بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. നമ്മൾ റമദാനിൻ്റെ നാട്ടിലുള്ള ഒരു 10 തറാവീഹകൾ അൽഹംദുലില്ലാ പൂർത്തിയാക്കി. 10ാമത്തെ നോമ്പിലാണുള്ളത് അല്ലേ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ആഫിയത്തോടു കൂടി ഈ റമദാനിനെ പൂർത്തീകരിക്കാനും അതിൻ്റെ എല്ലാ നന്മകളും ലഭിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബ്. വോയിസ് കുറവാണോ? ഓക്കെ, ഇൻഷാ അല്ലാ. സുബ്ഹാനല്ലാഹ്, നമ്മൾ 9 ദിവസങ്ങളിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ദുആകൾ പഠിക്കുമ്പോഴും സുബ്ഹാനല്ലാഹ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ, അള്ളാഹുവിൻ്റെ തൗഫീഖ് ഇല്ലാതെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ടെടുക്കാൻ പറ്റൂല എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, വ്യത്യസ്തമായ ദുആകളിൽ ശരിക്കും ഓരോ വാക്കുകളും ഓരോ തേട്ടങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്നത് അല്ലേ. സുബ്ഹാനല്ലാഹ്, ഇന്നലത്തെ ദുആകളിൽ എത്രമാത്രം കാര്യങ്ങളാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചത്. അത് എത്ര ഓരോ കാര്യങ്ങളും ശരിക്കും അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമ്മളിപ്പം പഠിച്ച ഏകദേശം ദുആകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസിൽ സ്വഹീഹായിട്ട് വന്നതാണ് അല്ലേ. ആദ്യത്തെ ദുആ ഒഴിച്ച് ബാക്കിയെല്ലാം എല്ലാ ദുആകളും അങ്ങനെ തന്നെയാണ്. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും റസൂലിൻ്റെ ഇഷ്ടത്തിനൊന്നും പറയൂല. അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ കൽപ്പന പ്രകാരം അല്ലാതെ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾ എന്ത് ചോദിക്കണം എന്നുള്ളതാണല്ലോ റസൂലിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവുക. അപ്പം നമ്മളിത് ഓരോന്ന് ചോദിക്കുന്നതും അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഓരോ കുഞ്ഞു 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 കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് തേടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കാവണം എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഒറ്റ മിനിറ്റ്. അതേപോലുള്ള ഇന്നലെ ഇത്രയും ദിവസങ്ങളിലായി നമ്മൾ വ്യത്യസ്ത ആശയങ്ങളിൽ നമ്മളുടെ ഓരോ ആവശ്യങ്ങളും ഇസ്തിഗ്ഫാറുകളായിട്ടാണെങ്കിലും ആവശ്യങ്ങളായിട്ടാണെങ്കിലും ദുനിയവിയായിട്ടുള്ള ആവശ്യങ്ങളും ഉഖ്റവിയായിട്ടുള്ള ആവശ്യങ്ങളൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദുആ ആണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഞാൻ ഫസ്റ്റ് ഒരു സിമ്പിളായിട്ട് ചോദിക്കാം. ഇന്നിപ്പോൾ ഗൈസ് 10ാമത്തെ ഗൈസാണ് അൽഹംദുലില്ലാ. ഇന്നത്തെ ഗൈസിൽ നമ്മൾ എല്ലാ ദിവസവും ദുആകളാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. പക്ഷെ ഇന്നത്തെ പോസ്റ്ററിൽ നിങ്ങൾ ഗൈസിൻ്റെ പോസ്റ്ററിൽ കാണുകയാണ്, ഇന്ന് ഗൈസിൻ്റെ ദുആ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് 12 കിലോ സ്വർണം, ഓക്കെ, ഗോൾഡ് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഗൈസിൻ്റെ പോസ്റ്ററിലുണ്ട്. എത്രയാണ്? 12 കിലോ സ്വർണം ലഭിക്കുന്നു കൂടി നമ്മൾ ഗൈസിൻ്റെ പോസ്റ്ററിൽ വെച്ചെന്ന് വിചാരിച്ചോ. എന്നിട്ട് ഇന്നലെ രാത്രിയാണ് ആ പോസ്റ്റർ കംപ്ലീറ്റ് നമ്മൾ പബ്ലിഷ് ചെയ്ത്. എന്തായിരിക്കും അവസ്ഥ? എല്ലാവർക്കും കിട്ടും, എല്ലാവർക്കും 12 കിലോ സ്വർണം കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും അവസ്ഥ? ചിലപ്പോൾ ഗൂഗിൾ മീറ്റ് അടിച്ചു പോകുമാറ് ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്യും. സുബ്ഹാനല്ലാഹ് അല്ലേ. കാരണം വെറുതെ ഒരു ഗൈസിൻ്റെ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 12 കിലോ സ്വർണം നമുക്ക് ഹദിയയായിട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും സംഭവിക്കുക? ഇത് കാണുന്നവരും കാണാത്തവരായിട്ടുള്ള മുഴുവൻ ജനങ്ങളും ഇതിൽ ഒരുമിച്ച് കൂടും. എന്തുകൊണ്ടാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദുനിയാവിൽ നമുക്ക് ഏറ്റവും വലിയൊരു നിക്ഷേപമാണ് സ്വർണ്ണം അല്ലേ. നമുക്ക് സേവിങ്സ് ആയിട്ട് ഏറ്റവും നല്ല ഒരു നിക്ഷേപമാണ് സ്വർണം. സുബ്ഹാനല്ലാഹ്.
ഏറ്റവും നല്ല നിക്ഷേപമാണ് സ്വർണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒരു അനുചരൻ ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ജനങ്ങൾ സ്വർണവും വെള്ളിയൊക്കെ സമ്പാദിക്കുകയും അതിനൊരു നിക്ഷേപമായിട്ട് കാണുകയും അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നത് നീ കാണുകയാണെങ്കിൽ എന്താക്കുക, അതിനേക്കാൾ ഉത്തമമായിട്ടുള്ള കെൻസ് പറഞ്ഞ നിധിയാണ്, അതിനേക്കാൾ ഉത്തമമായിട്ടുള്ള ഒരു നിധിയെ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ജനങ്ങൾ സ്വർണത്തിന്റെയും വെള്ളിയുടെയും പിന്നാലെ ഓടുകയാണെങ്കിൽ നീ എന്താക്കണം, ഇത് ചെയ്യണം. അത് സ്വർണത്തിനേക്കാളും വെള്ളിനേക്കാളും വലിയൊരു കെൻസ് ആണ് എന്നാണ്, നിധിയാണെന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഞാൻ 12 കിലോ സ്വർണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൽ 12 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിനൊരു ഉപമിച്ചിട്ട് കൊണ്ടാണ് ഇപ്പൊ ജസ്റ്റ് ചോദിച്ചതെന്ന് മാത്രം. അപ്പൊ ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ നമ്മൾ അയ്യേ എന്ന് ചില ആൾക്കാർക്കെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ശരിക്കും യഥാർത്ഥത്തിൽ ഈ നമ്മൾ ഭൗതികമായിട്ട് കാണുന്ന ഈ സ്വർണത്തിനേക്കാളും വെള്ളിയേക്കാളും ഏറ്റവും വലിയ നിധി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിന് അതിന്റെ മാഹാത്മ്യം പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് പിന്നെ ഈ ദുആ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. റസൂൽ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ ശരിക്കും ദീനിൽ പല ഇബാദത്തുകൾക്കും ഉപമകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, അതിന്റെ അജറുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് പലതിനും അല്ലെ. 2 റക്അത്ത് നമസ്കാരത്തിന് വലിയ ഉംറയുടെയും ഹജ്ജിന്റെയും പ്രതിഫലം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒക്കെ ഉപമകളാണല്ലോ, അതിന്റെ മാഹാത്മ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഗൈബിയായിട്ട് അള്ളാഹുവിലും അള്ളാഹുവിന്റെ റസൂലിലും അത്രയും ഹക്കായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ നിക്ഷേപത്തിലുള്ള സ്വർണത്തിനേക്കാൾ മൂല്യം നമ്മൾ ഈ വാക്കുകൾക്കും ഈ ദുആകൾക്കും കൊടുക്കുമെന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ആ ദുആയിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. ഫക്നിസ് ഹഉലാഇൽ കലിമാത്ത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്ക്രീനിൽ ആ ദുആ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഇത്രയും ദിവസം പഠിച്ചു വന്നതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് ഒരു അധികം വലിയ ദുആ അല്ല, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്കുകളാണ് ഇതിലുള്ളത്. എന്നാൽ അത്യാവശ്യം ഒരു നേരത്തെ പറഞ്ഞ പോലെ 12 കാര്യങ്ങൾ നമ്മൾ ഈ ദുആയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിന് ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കണം. എന്ത് നമ്മൾ റസൂലിന്റെ ഉമ്മത്തിനും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അള്ളാഹു ഒരു ദുആ ചെയ്യാൻ നമുക്കൊരു തൗഫീഖ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം തരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. എന്തൊരു സൗഭാഗ്യമാണല്ലേ മുഅ്മിനീങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ നമുക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക الثبات ഫിൽ അംർ. അതാണ് നമ്മൾ അള്ളാഹുവിനോട് ആദ്യമായി ചോദിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക الثبات ഫിൽ അംർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, ഈ വാക്ക് നമുക്ക് അത്രയും പരിചയമായിട്ടുണ്ടാവും അല്ലേ. അള്ളാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? الثبات ഫിൽ അംർ, കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ്. എന്താണ് ഇവിടെ കാര്യം എന്ന് ഉദ്ദേശിക്കുന്നത്? അൽ അംർ. പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ അൽ അംർ എന്നുള്ള വാക്ക് പല ഹദീസുകളിലായിട്ടും ഖുർആനിലെ ആയത്തുകളിലായിട്ടൊക്കെ അൽ അംർ എന്നുള്ളത് ദീനിനാണ് ഉപയോഗിച്ചത് കൂടുതലായിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടെ അൽ അംർ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യമായി നമ്മൾ മുൻഗണന കൊടുത്തുകൊണ്ട് ദീനിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ദീനിന്റെ കാര്യങ്ങൾ. അപ്പൊ ദീനിന്റെ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവിനെയാണ് ആദ്യം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. നമ്മളിന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഫിത്ന അതാണല്ലേ. പല സമയത്ത് നമ്മൾ ഇളകി മറിഞ്ഞു പോവാണ്. ദീനിന്റെ പല കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ദീന് ചൂസ് ചെയ്യണോ ദുനിയാവ് ചൂസ് ചെയ്യണോ? പലതും നമുക്ക് റസൂലിന്റെ പാത പിൻപറ്റാൻ പറ്റുന്നില്ല അല്ലെ, ഇന്നത്തെ ദുനിയാവിന്റെ ഫിത്നകൾ വരുമ്പോൾ. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മൾ ഈ ദുനിയാവിൽ ദീനിൽ നമ്മളെ തെറ്റിച്ച് കളയുന്ന ഒരുപാട് പരീക്ഷണങ്ങൾ വരും, ഫിത്നകൾ ഉണ്ടാവും. അതിൽ നിന്നൊക്കെയും എന്നെ സംരക്ഷിച്ച് എൻ്റെ ദീനിൽ എന്നെ ഉറപ്പിച്ചു നിർത്തണമേ. അതാണ് ഈ അല്ലാഹുമ്മ ഇന്നി അസ്അലുക الثبات. സബാത്ത് പറഞ്ഞാൽ ഉറപ്പ്, ഫിൽ അംർ, എൻ്റെ ദീനിൽ. ആലോചിക്കുക, നമുക്ക് പലതും നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ ദുആകളായിട്ടും സുന്നത്തുകളായിട്ടും, പക്ഷെ അതൊന്നും നമുക്ക് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നില്ല. ഒന്നിലും ഒരു ഉറപ്പ് കിട്ടുന്നില്ല. എല്ലാത്തിലും ഒരു ഇളകി മറിയൽ നമുക്ക് കുറച്ച് കൂടുതലാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ ദീന് പരിപൂർണമായിട്ടും അനുസരിച്ചുകൊണ്ട് ഉറച്ച പാതയിൽ ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു എന്നെ തൗഫീഖ് നൽകണേ, സിറാത്തുൽ മുസ്തഖീമിൽ എന്നെ നിലകൊള്ളിപ്പിക്കണേ എന്നാണ് ഇതിൻ്റെ ആശയം. അതുപോലെ ഈ ദുനിയാവിൽ മാത്രമല്ല, മരണത്തിലും
അള്ളാഹുവെ പരിശുദ്ധ കെലിമ ചൊല്ലി നിന്റെ ദീനിൽ ഉറച്ചുകൊണ്ട് എനിക്ക് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ. നാളെ ഖബറിലും അള്ളാഹു മലക്കുകളെ അയച്ച് ചോദ്യം ചെയ്യിപ്പിക്കുന്ന സമയത്ത് അവിടെയും നിനക്ക് ഉറപ്പ് നൽകണേ. മഹ്ശറിലെത്തിയാലും അവിടെയും നീ എനിക്ക് നിന്റെ ദീനിൽ ഉറപ്പ് നൽകണേ. സിറാത്ത് മിന്നൽ വേഗത്തിൽ കടന്ന് സ്വർഗത്തിലേക്ക് എത്താനുള്ള ഉറപ്പും നീ എനിക്ക് നൽകണേ എന്ന അതിഗൗരവമായ വിശാലമായ അർത്ഥമാണ് ഈ ഫസ്റ്റ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അതായത് കംപ്ലീറ്റ് ദീനിൽ നാളെ സ്വർഗത്തിൽ എത്തുന്നവരെയുള്ള കാര്യത്തിൽ നീ എനിക്ക് ഉറപ്പ് നൽകണേ. ഉറച്ച ഒരു കാൽപാദം അല്ലെങ്കിൽ ഉറച്ച മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകണേ. ആമീൻ. അതിൽ ഖുർആനിൽ പറയുന്നില്ലേ, ثم استقاموا تتنزل عليهم الملائكة അല്ലെ. അതായത് ദീനിൽ ഉറച്ചു നിന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത് അല്ലെ. തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മേൽ മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങുന്നതാണ്. സുബ്ഹാനല്ലാഹ്. രണ്ടാമത് നമ്മൾ ചോദിക്കുന്നത് വൽ അസീമത ഫിൽ അംർ, ശരിയായ വഴി തിരഞ്ഞെടുക്കുവാനും അതിൽ അടിയുറച്ചു നിൽക്കുവാനും. വീണ്ടും നമ്മൾ ചോദിക്കുകയാണ് അല്ലെ, അടിയുറച്ചു നിൽക്കുക, ശരിയായ വഴി. ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം ചോദിച്ചു. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു ഒരു എന്താ പറയാ ആശയത്തിൽ വരുന്ന വ്യത്യാസം അതല്ലെങ്കിൽ വൈവിധ്യം എന്ന് നമുക്ക് നോക്കാം. ഒരു അസീമത്ത് എന്ന് പറയുമ്പോൾ ഒരു കാര്യം തീരുമാനിക്കാനും അതിൽ മുന്നോട്ട് പോകാനുള്ള ശക്തിയാണ്. ഉലുൽ അസ്മ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ആരെയാണ് ഉലുൽ അസ്മ എന്ന് വിളിക്കാറ്? അമ്പിയാക്കളെയാണ്, പ്രവാചകന്മാരെയാണ് അല്ലെ. എന്തുകൊണ്ടാണ് അവർക്ക് ആ പേര് വന്നത്? അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നു, സ്ഥൈര്യം ഉണ്ടായിരുന്നു, സ്ഥിരത ഉണ്ടായിരുന്നു. അതായത് ഹൈറ് തെരഞ്ഞെടുക്കാൻ മാത്രമല്ല, ആ തെരഞ്ഞെടുത്തതിൽ ഉറച്ചു നിൽക്കാൻ. എന്ത് വന്നാലും ശരി, ഈ തെരഞ്ഞെടുത്ത ഹൈറിൽ ഉറച്ചു നിൽക്കണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഹൈറ് തെരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തത് ആ തെരഞ്ഞെടുത്തതിൽ മുന്നോട്ട് പോകാനും ഉറച്ചു നിൽക്കാനും മുന്നോട്ട് പോകാനുള്ള ശക്തിയാണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്. അപ്പം ഏറ്റവും ശരിയായ തിരഞ്ഞെടുക്കുകയും അതിൽ തെറ്റിപ്പോവാതെ നിലകൊള്ളണം. സബാത്ത് എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവിനാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. പക്ഷെ റുഷ്ദ് എന്ന് പറഞ്ഞാൽ ആ നന്മയുടെ പാത തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുള്ള തൗഫീഖിനാണ് വൽ അസീമത ഫിൽ അംർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ പറ്റും, ചില ആളുകൾ അവർക്ക് നന്മ എന്താണെന്ന് അറിയാം, പക്ഷെ അത് തിരഞ്ഞെടുക്കാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും സാധിക്കുന്നില്ല. പല കാരണങ്ങളുണ്ടാവും. ചിലപ്പം അവർക്ക് ഭൗതിക താല്പര്യങ്ങളായിരിക്കും അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ദീനിനേക്കാളും. അതല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഞാൻ കുറച്ച് ദീനിയായിട്ട് നടന്നു കഴിഞ്ഞാൽ, അല്ലെ കുറച്ച് ഹക്കിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ ഈ സമൂഹത്തിൻ്റെ എന്താ പറയാ കുത്തൊഴുക്കിൽ പെടാതെ അള്ളാഹുവിൻ്റെ ദീനിൽ റസൂലിൻ്റെ സുന്നത്തിൽ ഉറച്ചു നിൽക്കുന്ന സമയത്ത് എനിക്ക് കുറേ പ്രയാസങ്ങൾ വരും എന്നുള്ളത് കൊണ്ട് അത് ചൂസ് ചെയ്യൂല, നന്മയായ മാർഗം ചൂസ് ചെയ്യാതെ നിൽക്കും. അപ്പം അതെന്തായി? അവർ റുഷ്ദിന് എതിരെയാണ്. അത് റുഷ്ദല്ല. റുഷ്ദ് എന്ന് പറഞ്ഞാൽ നന്മ, അതായത് കറക്റ്റായിട്ടുള്ള മാർഗം, അതിൽ എനിക്ക് ഉറപ്പ് നൽകണേ. അതാണ് റുഷ്ദ്. സൂറത്തുൽ ഹുജറാത്തിൽ ഉലൈക ഹുമുർ റാഷിദൂൻ എന്ന് പറയുന്ന ആയത്തിന്റെ അർത്ഥം നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ മതി. അതിൽ പറയുന്ന എന്താണ്? ഈമാനിനോട് മഹബത്ത് നൽകണേ. എന്നാൽ അതിൽ പറയുന്ന കുറെ ചീത്ത കാര്യങ്ങളുണ്ടല്ലേ, അതിനോടൊക്കെ എനിക്ക് വെറുപ്പ് നൽകണേ. അതാണ്. അതായത് തെറ്റായ കാര്യങ്ങളോട് വെറുപ്പും നന്മയായ കാര്യങ്ങളോട് താല്പര്യവും അത് തിരഞ്ഞെടുക്കാനും അതിൽ നിലകൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകണേ എന്നുള്ളതാണ് അസീമത്ത് അല റുഷ്ദ് എന്ന് നമ്മൾ ചോദിക്കുന്നതിൻ്റെ ഒരു ആശയം. ജീവിതത്തിൽ നന്മയും തിന്മയും വരുമ്പോൾ റസൂലിൻ്റെ പാത തിരഞ്ഞെടുക്കാനുള്ളൊരു ഖുവ്വത്ത് നമുക്ക് വേണം. പിന്നീട് ആ വഴിയിൽ എന്ത് പ്രയാസം വന്നാലും എന്ത് പരീക്ഷണങ്ങൾ വന്നാലും പിന്നോട്ടേക്ക് മാറി നിൽക്കാതെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കേണ്ടതുണ്ട്. ശരിക്കും ഖുവ്വത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. ആൾക്കാർ പറയുന്നതിനനുസരിച്ച് ചാഞ്ചാടുന്നൊരു ബലഹീനയായ അല്ലെങ്കിൽ ദുർബലരായ ആൾക്കാരാവരുത് നമ്മൾ മുഅ്മിനീങ്ങൾ. ഓക്കെ, അതുകൊണ്ടാണ് പോലെ അസീമത അല റുഷ്ദ് എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ ചോദിക്കേണ്ടത്. പിന്നെ അടുത്ത മൂന്നാമത്തേതായി നമ്മൾ ചോദിക്കുന്നത് വഅസ്അലുക മൂജിബാതി റഹ്മതിക്. എന്താണ് വഅസ്അലുക? നമുക്കറിയാം, അള്ളാഹു ഞാൻ നിന്നോട് ചോദിക്കുന്നു മൂജിബാതി റഹ്മതിക്, നിന്റെ റഹ്മത്ത് ലഭിക്കുന്ന വാജിബാകുന്ന. മുജിബാത്ത് പറഞ്ഞാൽ അതിൻ്റെ ആശയം വാജിബ്, അതായത് നമുക്ക് നിർബന്ധമാക്കുന്ന, അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നിൽ അനിവാര്യമാക്കുന്ന കാര്യങ്ങളെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാനുള്ള തൗഫീഖിന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാൻ ഉള്ള തൗഫീഖ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയലുണ്ട്, അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ റഹ്മത്ത് എന്താണ്? അൽ ജന്ന.
അപ്പം സ്വർഗം ലഭിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് അതിന്റെ ഏറ്റവും വലിയ ആശയത്തിൽ നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ കാരുണ്യം, ഞാൻ പറഞ്ഞു മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ സ്വർഗം ലഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ ഒരാൾക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ ദുനിയാവിയായിട്ടുള്ള ജീവിതം അള്ളാഹുവിന്റെ അനുസരണയിൽ കീഴ്പ്പെട്ടതായിരിക്കണം അല്ലെ. അതിനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ദുനിയാവിലും അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ആവശ്യമുണ്ട്. പല കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, പലത് എന്നല്ല, എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ആവശ്യമുണ്ട്. ഖബർ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ആവശ്യമുണ്ട്. പരലോകത്ത് മഹ്ശറിൽ എല്ലായിടത്തും, ഹിസാബില് എല്ലായിടത്തും അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യാനുള്ള തൗഫീഖിനെയാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അടുത്തതായിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് വഅസാഇമ മഗ്ഫിറതിക്. വീണ്ടും അസീമത്തിന്റെ അസായിമ വന്നിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്താണ് ഇവിടെ മഗ്ഫിറതിക്? അതായത് നിന്റെ പാപമോചനം ലഭിക്കുന്ന കാര്യങ്ങളാണ് അള്ളാഹുവിനോട് നമ്മൾ വീണ്ടും ചോദിക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാൻ തൗഫീഖ് കിട്ടുന്ന കാര്യങ്ങൾ ചോദിക്കുന്നത് പോലെ തന്നെ അള്ളാഹുവെ നിന്റെ പാപമോചനം ലഭിക്കാൻ ഉതകുന്ന കാര്യങ്ങൾ ചെയ്യുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനുള്ള തൗഫീഖിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, അള്ളാഹു വാഗ്ദാനം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. ഖുർആനിലും സുന്നത്തിലൊക്കെ അള്ളാഹു പറയുന്നില്ലേ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് അള്ളാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വയഗ്ഫിർ ലക്കും വയഗ്ഫിർ ലക്കും എന്ന് ഖുർആനിലും ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. അപ്പം ആ വഴികളൊക്കെ അതൊക്കെ നിനക്ക് എളുപ്പാക്കി തരണേ. എന്തൊക്കെയാണോ അള്ളാഹു മഗ്ഫിറത്തിന് വഴികളായിട്ട് പറഞ്ഞത് അതൊക്കെ എനിക്ക് എളുപ്പാക്കി തരണം. അതിന്റെ ഏറ്റവും വലിയ മാർഗ്ഗമാണ് എന്ത്? സുന്നത്തിനെ പിൻപറ്റുക എന്നുള്ളത്. അള്ളാഹുവിനെ സ്നേഹിച്ചാൽ, സുന്നത്ത് റസൂലിനെ പിൻപറ്റിയാൽ യഗ്ഫിർ ലക്കും, അള്ളാഹു നമുക്ക് പുറത്തു തരും എന്നുള്ളതാണ്. നമ്മളെ ജീവിതത്തിൽ ബിദ്അത്തിന്റെ ഒരു അംശം ഉണ്ടാവരുത്, ശിർക്കിന്റെ ഒരു അംശം ഉണ്ടാവരുത്, കുഫ്രിന്റെ ഒരു അംശം ഉണ്ടാവാതെ നമ്മൾ ശ്രദ്ധിക്കാം. അപ്പം വഅസാഇമ മഗ്ഫിറതിക്, നിന്റെ പാപമോചനം ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖും എനിക്കുണ്ടാവണേ. നമ്മൾ ആദ്യം റഹ്മത്തിനെ ചോദിച്ചു അല്ലെ, മൂജിബാത്തി റഹ്മത്തിക്ക്, അള്ളാഹുവിന്റെ റഹ്മത്ത് എനിക്ക് വാജിബാവുന്ന കാര്യങ്ങൾ എനിക്ക് ഉണ്ടാവണേ. പിന്നെ നമ്മൾ മഗ്ഫിറത്തിനെ ചോദിച്ചു. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട് നമുക്ക് കിട്ടേണ്ടതാണ് അല്ലെ. പക്ഷെ മഗ്ഫിറത്ത് എന്ന് പറയുമ്പോൾ എന്താ, നമ്മളെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളിൽ നിന്ന് നമുക്ക് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മളത് തേടിയെടുക്കണം. മനസ്സിലായില്ലേ? ഇൻഷാ അള്ളാഹ്. അത് ആ തേട്ടാണ് വഅസാഇമ മഗ്ഫിറതിക് എന്നുള്ളത്. അടുത്തതായിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് വഅസ്അലുക ശുക്ര നിഅമതിക്, നിന്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാനുള്ള തൗഫീഖിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. നമ്മളും ഈ ഒരു ആശയത്തിൽ വരുന്ന ഒരുപാട് ദുആകൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഈ ഒരു 9 ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഈ ഒരു ആശയത്തിൽ വരുന്ന കാര്യം അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹിൽ വന്ന ദുആകളാണ് നമ്മൾ ഇത്രയും ദിവസം പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ ഇങ്ങനെയും വ്യത്യസ്തമായിട്ട് ഒരേ കാര്യം പല രീതിയിൽ പല വ്യത്യസ്തമായ വാക്കുകളിൽ ചോദിക്കുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. ശരിക്കും ഈ ശുക്ർ എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് എന്താ? കുഫ്റാണ് അല്ലെ. കുഫ്ർ എന്ന് പറഞ്ഞാല് നമ്മള് കുഫ്ർ എന്ന് പറയുമ്പോൾ കാഫിര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മള് അമുസ്ലിങ്ങൾ എന്നുള്ളൊരു ധാരണ നമുക്ക് എവിടെയോ ഉണ്ട്. പക്ഷെ കുഫ്ർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധം മാത്രമല്ല, നന്ദികേടും എന്താണ്? കുഫ്റാണ്. എല്ലാ നന്ദികേടും സത്യനിഷേധം തന്നെയാണ്. നന്ദികേട് അധികരിച്ചതിനാൽ പിന്നെ അവരെന്താവും? സത്യനിഷേധിയായിട്ട് മാറും. സുബ്ഹാനല്ലാഹ്. ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതുകൊണ്ട് ചെറുതും വലുതുമായ എല്ലാ കുഫ്രിൽ നിന്നും നമുക്ക് സംരക്ഷണം കിട്ടണമെങ്കിൽ നമ്മൾ ശുക്ർ പതിവാക്കേണ്ടതുണ്ട്. ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നില്ലേ, വഖലീലും മിൻ ഇബാദിയശ് ശുക്കൂർ. എന്താണ്? ശുക്ർ ചെയ്യുന്നവർ വളരെ കുറവാണ്, വളരെ കുറവാണ്. അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് വളരെ കുറവാണ് ശുക്ർ ചെയ്യുന്നവർ. ആ കുറഞ്ഞവരിൽ നമ്മൾ ഉൾപ്പെടണം. അത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു ലക്ഷ്യമായിട്ട് മാറ്റണം. എന്ത് ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും അത്
മിനിങ്ങളുടെ ക്വാളിറ്റി ആയിട്ട് പറയുന്നില്ലേ, നമുക്ക് എന്തെങ്കിലും ദുഷ്കരമായിട്ട് നമ്മൾ സ്വബറയും നന്മയായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ശുക്ർ ഉള്ളവരായിട്ട് മാറും എന്നുള്ളത്. ആ മിനിങ്ങളിൽ നമ്മൾ ഉൾപ്പെടാൻ ശ്രദ്ധിക്കുക. ല ഇൻ ഷക്കർത്തും ല അസീദന്നക്കും, ല ഇൻ ഷക്കർത്തും ല അസീദന്നക്കും, നിങ്ങൾ ശുക്ർ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അധികരിപ്പിച്ച് തരാം. മറ്റൊരിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ലേ, വ ഇൻ തഷ്കുറു യർദഹു ലക്കും, നിങ്ങൾ ശുക്ർ ചെയ്യ അള്ളാഹു നിങ്ങളിൽ തൃപ്തിപ്പെടും. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു തന്ന കാര്യങ്ങളിൽ, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളിൽ ശുക്ർ ഉണ്ടാവുക എന്നുള്ളത് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് നിർബന്ധമാണ്. അതില്ല എങ്കിൽ നമ്മളിൽ നിന്ന് ആ ശുക്ർ ചെയ്യുന്ന, നന്ദി കാണിക്കുന്ന ഒരു ക്വാളിറ്റി ഇല്ലാതായി പോയി കഴിഞ്ഞാൽ പതിയെ പതിയെ നമ്മളും സത്യനിഷേധത്തിന്റെ വക്കിലെത്തും എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത്. അപ്പൊ ശുക്ർ ചെയ്യാൻ ഒരുപാട്, ശുക്രിന്റെ കാര്യത്തിൽ വിശദീകരിക്കാനുണ്ട്. പക്ഷെ ശുക്ർ ചെയ്യാൻ 3 രീതി, ഏറ്റവും ചുരുങ്ങിയ ഒരു 3 രീതി നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഒന്ന് ഹൃദയത്തിൽ അള്ളാഹുവിന്റെ നിഅമത്തുകളെ നമ്മൾ അംഗീകരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹങ്ങൾ ലഭിച്ച് 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 എന്തായി, അതൊരു അനുഗ്രഹം എന്നുള്ളത് ആ അനുഗ്രഹം എന്നുള്ളത് മാറിയിട്ട് അതെന്റെ ജീവിതത്തിൽ ഒരു ഭാഗമായി കഴിഞ്ഞു, അതെനിക്ക് കിട്ടാനുള്ളതാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മളെ മൈൻഡ് മാറി. പക്ഷെ ഓരോ കുഞ്ഞു അനുഗ്രഹത്തെയും നമ്മൾ ഹൃദയം കൊണ്ട് അംഗീകരിക്കുക, ഹൃദയത്തിൽ ശുക്രുണ്ടാവുക, ആ ചിന്ത നമുക്കുണ്ടാവുക. രണ്ടാമത്തത് നാവ് കൊണ്ടാണ്. അത് അൽഹംദുലില്ല എന്നൊരു വാക്ക് പറഞ്ഞതിൽ മാത്രം ഒതുങ്ങൂല, പകരം അള്ളാഹു തന്ന ആ നിഅമത്തിനെ ഈ നാവ് കൊണ്ട് എന്താക്കുക, നമ്മൾ ആ ശുക്ർ കാണിക്കുക. അത് അൽഹംദുലില്ല പറയൽ മാത്രമല്ല, അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കലും ആ നിഅമത്തിനെ പ്രചരിപ്പിക്കലും എല്ലാം എന്താവും, നാവിന്റെ ശുക്രിൽ പെടും. മൂന്നാമത്തെ ശുക്ർ ചെയ്യുന്ന ഒരു വിധമാണ് എന്ത്, ശരീരം കൊണ്ട്. അപ്പൊ ശരീരം കൊണ്ട് എന്ന് പറയുമ്പോഴും സുജൂദിൽ കിടന്ന് അൽഹംദുലില്ല എന്ന് പറയുന്നതിൽ ഒതുക്കാതെ, അത് ഏറ്റവും വലിയ ശുക്ർ തന്നെയാണ്. പക്ഷെ അള്ളാഹു തന്ന നിഅമത്തുകളെ ശരീരം കൊണ്ട് നമ്മൾ ശുക്ർ ചെയ്യുമ്പോൾ അതിനെ എന്താ പറയാ, നമുക്ക് തന്ന ഇൽമിനെ ആണെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ടും, നമ്മളെ ഇബാദത്തുകൾ, ഇൽമ് കിട്ടിയ ഇൽമിനെ അമലിൽ കൊണ്ടുവന്നുകൊണ്ടും, അങ്ങനെ ശരീരം കൊണ്ട് എന്തെല്ലാം നമുക്ക് അള്ളാഹുവിനെ അനുസരിച്ച് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നത് കൊണ്ട് എന്തായി, അതൊരു ശുക്രിന്റെ മൂന്നാമത്തെ രൂപമായിട്ട് അത് മാറുകയാണ്. അതായത് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കാൻ, നമ്മളെ ജീവിതം മുഴുവൻ അള്ളാഹുവിന് നന്ദി കാണിച്ചു കൊണ്ടാവാൻ എന്നുള്ളതാണ് ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ കാണേണ്ടത്. അതാണ് വഅസ്അലുക ശുക്ര നിഅമതിക്, അള്ളാഹു നിന്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ ഉള്ള തൗഫീഖിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആറാമതായി അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് വഹസ്ന ഇബാദതിക്. ഈ ഒരു വാക്കും ഈ ഒരു ആശയം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പല വിധത്തിലും, അല്ലെ? നല്ല രൂപത്തിൽ നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ്. എന്താണ് നല്ല രൂപം? ഇഹ്സാൻ. ഇഹ്സാൻ എന്നുള്ള വാക്ക് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, നന്മ ചെയ്യുന്നവനാണ് ഇഹ്സാൻ എന്ന് നമ്മൾ ഒരാശയത്തിൽ വരിക. എന്താണ് ഇഹ്സാൻ? ഏറ്റവും നല്ല രൂപത്തിൽ അമലുകൾ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ അതിൻ്റെ ഒരു ലക്ഷ്യം. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇഹ്സാൻ എന്നുള്ള വാക്കിന് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു അർത്ഥമുണ്ട് ഹദീസിൽ വന്നല്ലേ. അതിന്റെ ആശയം ഞാൻ ഇപ്പോൾ പറയാം. എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാണുന്നുണ്ടെന്നും നമ്മൾ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അമലുകൾ ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഒരു ആശയം വരുന്നത്. ഇതിന്റെ ഒരു ചെറിയൊരു അനുഭവം പങ്കുവെക്കാം. 2 ദിവസം മുമ്പ് ബനാത്തിലെ സ്റ്റുഡൻസിനോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത്, അതായത് പെൺകുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് അവരോട് ഈ ഒരു വിഷയം ഇഹ്സാനെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവർക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ നമ്മളെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണല്ലോ, അപ്പോൾ അവർക്കറിയാം സ്ഥാപനത്തിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളെന്നുള്ള രീതിയിൽ ഇർഷാദ് മുഅല്ലിം ദിവസവും, അല്ലെങ്കിൽ ദിവസം എന്നല്ല, ഇടയ്ക്കിടെ മെയിൻ ഗ്രൂപ്പുകളിൽ ഖുർആനിൻ്റെ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഖുർആൻ നല്ല രീതിയിൽ പാരായണം ചെയ്യണം, അതിനെ റെസ്പെക്റ്റ് ചെയ്യണം, അതിനെ കള്ളത്തരങ്ങൾ കാണിക്കരുത്, അതിൻ്റെ ഏറ്റവും മാഹാത്മ്യത്തോട് കൂടിയിട്ട് ഖുർആൻ ഓതണം. അങ്ങനെ അങ്ങനെ ഇടയ്ക്കിടെ അതിൻ്റെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്, ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെ നിരന്തരം നമ്മളെ പിന്നാലെ നടക്കുന്നുണ്ട് അല്ലേ. ഖുർആനിൻ്റെ മാർഗത്തിൽ നമ്മൾ ചെയ്യണം 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 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന നമ്മളുടെ മുഅല്ലിം ഒരു ദിവസം ഇപ്പം നമ്മൾ മുന്നിൽ വന്നിരിക്കുകയാണ്, നമ്മൾ ഡെയിലി ജുസ് ഓതുന്ന സമയത്ത് നമ്മൾ മുന്നിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഖുർആൻ ഓതുക?
തീർച്ചയായിട്ടും നമ്മളുടെ കഴിവിൻ്റെ പരമാവധി ഏറ്റവും ഭംഗിയിലായിരിക്കും നമ്മൾ ഖുർആൻ ഓതുക. കാരണം എന്താ, നമ്മളോട് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ നമ്മൾ മുമ്പിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ അവരനുസരിക്കാൻ കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കും, അല്ലേ? അവരെ മുന്നിലിരുത്തിയിട്ട് നമ്മൾ എന്താക്കൂല, അനുസരണക്കേട് കാണിക്കൂല. ഒരു പക്ഷെ അവരില്ലെങ്കിൽ നമ്മൾ എന്താക്കും, അവരെത്ര പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മളെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ അനുസരണക്കേട് കാണിച്ചെന്ന് വരും. പക്ഷെ അവർ മുന്നിലുണ്ടാവുമ്പോൾ നമുക്ക് ഒരിക്കലും അത് സാധിക്കൂല. സുബ്ഹാനല്ലാഹ്, ഒരു ഭൗതികപരമായിട്ടൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് അള്ളാഹുവിൻ്റെ ഖുർആനിൽ തവണ എത്ര തവണ നമുക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ, എത്ര തവണ താക്കീതുകൾ നൽകി. ജീവിതത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഏറ്റവും ഹൈറായ രീതിയിൽ, ഏറ്റവും എന്താ പറയുക, കാരുണ്യത്തോട് കൂടിയിട്ട് നമുക്ക് ഉപദേശങ്ങൾ നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ എത്ര കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്നിട്ടും ആ റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള ബോധം ചെറിയ മദ്രസയിൽ പഠിക്കും മുതൽ നമ്മളെ തലയിൽ ഉണ്ട്. അള്ളാഹു എല്ലാം കാണുന്നവനാണ്, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് നമ്മൾ ചൊല്ലി പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവുന്നുണ്ട്? ആകാശങ്ങൾക്കപ്പുറത്തിരുന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സദാ വീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്നതും ഞാൻ ഈ മൊബൈൽ പിടിച്ച് സംസാരിക്കുന്നതും ഇതിൽ നിങ്ങൾ ഓരോരുത്തരിരുന്ന് കേൾക്കുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് എന്നുള്ള ആ ഒരു ബോധത്തിലാണെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ ഇർഷാദ് മാലി മുമ്പിൽ ഇരുന്നിട്ട് എങ്ങനെയാണോ നമ്മൾ ഖുർആൻ ഓതുക, ആ ഒരു പെർഫെക്ഷനിലേക്ക് നമ്മളുടെ ജീവിതം, ഇഹ്സാനുള്ളവരുടെ ജീവിതം മാറും. അള്ളാഹു സുബ്ഹാനഹു വ തആല മുന്നിലുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാവുമ്പോൾ നമ്മളുടെ ജീവിതം ആ ഒരു പെർഫെക്ഷനിലേക്ക് മാറും എന്നുള്ളതാണ്. അതാണ് ഇഹ്സാൻ. ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം. ഒരിക്കലും അത് എന്താ പറയുക, അതിനൊരു സീരിയസ് ആയിട്ട് എടുക്കാനല്ല. അതാണ് ഇഹ്സാൻ. നമ്മളെ പിന്നാലെ നടക്കുന്ന ഒരാൾ മുന്നിൽ വന്നിട്ടിരിക്കും, നമുക്ക് ഒരിക്കലും ആരോടും അനുസരണക്കേട് കാണിക്കാൻ കഴിയില്ല. പക്ഷെ അതാണ് നമ്മളുടെ ജീവിതം. അള്ളാഹു എപ്പോഴും ഉണ്ട് നമ്മളെ മുന്നിൽ എന്ന് പറയുന്നത് പോലെ അള്ളാഹു നമ്മളെ വീക്ഷിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എത്രത്തോളം അനുസരണക്കേട് കാണിക്കുന്നില്ലേ? അതാണ് ഇഹ്സാന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് റബ്ബിനോട് ചോദിക്കുന്നത്. റബ്ബേ, ഹുസ്നായിട്ടുള്ള ഇഹ്സാനോട് കൂടിയിട്ടുള്ള ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ. അശ്രദ്ധ മൂലം, മറവി മൂലം നമ്മളുടെ ഇബാദത്തുകളൊന്നും എന്താ പറയാ, ഒരു ഗഫ്ലത്തിലാവല്ലേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അടുത്തതായിക്കൊണ്ട് ഏഴാമതായിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നത് വഅസ്അലുക ഖൽബൻ സലീമ, സമാധാനമടഞ്ഞ ഹൃദയം. സുബ്ഹാനല്ലാഹ്, നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമാണല്ലേ? അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ പറയേണ്ടതില്ല, അതിന് മാത്രം എല്ലാവർക്കും അറിയാം സമാധാനം അടഞ്ഞ ഹൃദയത്തിന്റെ ആവശ്യകത, അല്ലേ? എത്രത്തോളം നമ്മൾ പ്രയാസപ്പെടുന്നുണ്ട് ഹൃദയത്തിന്റെ സമാധാനം നഷ്ടപ്പെടുമ്പോൾ. അപ്പം അതും അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. നമ്മൾ ആദ്യം ഈ ദുആന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വർണവും വെള്ളിയും കരസ്ഥമാക്കുന്നതിനേക്കാൾ മൂല്യമേറിയതാണ് ഈ ദുആ എന്നുള്ളത്, അല്ലേ? സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ ഖിയാമത്ത് നാളിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. എന്താണ്? മാലും വലാ ബനൂൻ ലാ യൻഫഅ, സന്താനമോ സമ്പാദ്യമോ നഫ്ഐ ചെയ്യാത്തൊരു ദിവസം വരാനുണ്ട്, ഉപകാരപ്പെടാത്തൊരു ദിവസം നമുക്ക് വരാനുണ്ട്. ആ ദിവസത്തിൽ എന്താണോ പിന്നെ ഉപകാരപ്പെടാന്നുള്ളതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായിട്ടുള്ള ഹൃദയം കൊണ്ട് വന്നവനല്ലാതെ വേറൊരാൾക്കും അന്നെന്തില്ല, അന്ന് ഉപകാരമില്ല. ഏത് ദിവസം? ഖിയാമത്ത് നാളിൽ. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടാനുള്ളൊരു ദിവസമാണല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പം ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ, ഈ ദുആന്റെ മഹത്വം പറഞ്ഞതും ഈ രായത്തൊന്ന് കണക്ട് ചെയ്ത് നോക്കൂ. മാലും ബനൂനും ഒന്നും ഉപകാരപ്പെടാത്തൊരു ദിവസം നിങ്ങൾക്ക് ഉപകാരമുള്ളത് എന്താണ്? ഉപകാരമായിട്ട് വരിക സലീമായിട്ടുള്ള നിങ്ങളുടെ ഹൃദയം. അപ്പൊ ആ ഹൃദയം നമുക്ക് സ്വയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കൂല, അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലാതെ. എന്താണ് സമാധാനമടഞ്ഞ ഹൃദയത്തിന്റെ ഒരു ക്വാളിറ്റീസ് എന്താണ്? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ ഹൃദയത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ആരെയും പങ്കു ചേർക്കാതിരിക്കുക. അത് നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം പങ്കു ചേർക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ
അള്ളാഹുവിന് സമന്മാരെ കാണുക എന്ന് പറയുമ്പോൾ അത് വേറൊരു അർത്ഥത്തിൽ ഒരിക്കലും മനസ്സിലാക്കരുത്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ പോലും മനസ്സിലാവാതെ നമ്മൾ ഹൃദയത്തിലൊക്കെ അള്ളാഹുവിന് പങ്കുകാരുണ്ട്. ചില സമയത്ത് നമ്മൾ ധനത്തെ, പൈസ, മണി, അതിനെ നമ്മൾ എന്താക്കുന്നുണ്ട്, അള്ളാഹുവിന് പങ്കുകാരാക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ചില സമയത്ത് നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിന് പങ്കുകാരാക്കുന്നുണ്ട്. ചില സമയത്ത് നമ്മളുടെ ചില വസ്തുക്കളെ, ഇഷ്ടപ്പെട്ട വസ്തുക്കളെ നമ്മൾ അള്ളാഹുവിനോട് സമന്മാരാക്കുന്നുണ്ട്. അത് നമ്മളെ ജീവിതത്തെ സസൂക്ഷ്മം വീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അതുകൊണ്ട് ഹൃദയത്തിൽ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഇല്ലാതെ, ഷിർക്കില്ലാതെ, കുഫ്രില്ലാതെ, ബിദ്അത്തുകളില്ലാതെ, അസൂയയില്ലാതെ, വെറുപ്പില്ലാതെ, പരിഹാസമില്ലാതെ, അഹങ്കാരമില്ലാതെ, അങ്ങനെയുള്ള എല്ലാ ദുഷ്കരമായ കാര്യങ്ങളിൽ നിന്നും ശുദ്ധമായ ഒരു ഹൃദയം, സ്നേഹം നിറഞ്ഞൊരു ഹൃദയം, ആൾക്കാരെ ചേർത്ത് പിടിക്കുന്ന ഒരു ഹൃദയം, ആരെ പറ്റിയിട്ടൊരു കുറ്റവോ കുറവോ തോന്നാത്തൊരു ഹൃദയം, അങ്ങനെയുള്ള ഒരു ഹൃദയമാണ് ഖൽബുൻ സലീം. അതോടൊപ്പം അതിനേക്കാളുപരി അള്ളാഹുവിൻ്റെ ഓർമ്മകൾ കൊണ്ട് സമാധാനം അടഞ്ഞൊരു ഹൃദയം, അള്ളാഹു അല്ലാത്ത മറ്റൊരു വിഷയത്തിലും മറ്റൊരാളെയും ഭയപ്പെടാത്ത ധൈര്യം കൈവരിച്ച ഹൃദയം, അതാണ് ഖൽബുൻ സലീം. സുബ്ഹാനല്ലാഹ്, ഖുർആനിൽ ഒരു ഒരു പ്രയോഗമുണ്ട്, വമാസാദഹും ഈമാനം വ തസ്ലീമ. ഒമാസാദഹും ഇല്ല ഈമാനം വ തസ്ലീമ എന്നാണോ, ഇല്ല ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് അവിടെ പറയുന്നത് വെച്ചാൽ, അവിടെ ഒരു ആശയം വരുന്നത്, ഭയപ്പെടുത്തുന്ന സമയത്ത് അവർക്ക് ഈമാനും തസ്ലീമും വർദ്ധിക്കും എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഭയപ്പെടുത്തുമ്പോൾ ഈമാൻ വർദ്ധിക്കും. ആൾക്കാർ നിന്നെ കൊല്ലൂട്ടോ, ആൾക്കാർ നിന്നെ അതാക്കൂട്ടോ എന്ന് പറയുമ്പം അവർക്ക് അള്ളാഹുവിലുള്ള ഈമാൻ, അപ്പാണ് അവർക്ക് ധൈര്യം കൂടുന്നത്. സുബ്ഹാനല്ലാഹ്, എന്തൊരു എന്തൊരു എന്താ പറയാ, അത്ഭുതാണ് ഈമാനുള്ള സലീമായിട്ടുള്ള ഹൃദയത്തിന്റെ ആൾക്കാരുടെ, ഹൃദയത്തിന്റെ ഉടമകളുടെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനത്തെ ഒരു ഹൃദയത്തിന്റെ ഉടമകളാക്കണേ റബ്ബേ, എൻ്റെ ഹൃദയത്തെ സലീമാക്കണേ അള്ളാഹുവേ എന്നാണ് നമ്മൾ അസ്അലുക ഖൽബൻ സലീമൻ കൊണ്ട് ചോദിക്കുന്നത്. അടുത്തത് നമ്മൾ ചോദിക്കുന്നത് വലിസാനൻ സാദിഖ, സത്യം പറയുന്ന നാവ്. അത് നമ്മൾ പലരും അതിനെന്താ ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിലിടുന്നൊരവസ്ഥയാണ് അല്ലേ. കളവ് പറയുന്നതിനൊരു യാതൊരു മടിയും അല്ലെങ്കിൽ ഒരു കൂസലും ഇല്ലാത്തൊരവസ്ഥ നമുക്ക് ഇന്ന് വന്നിട്ടുണ്ട്. നമ്മൾ പറയുന്ന വാഗ്ദാനങ്ങൾ ലംഘിക്കുക, അതൊക്കെ ഈ കളവ് പറയുന്ന നാവിൽ പെടും. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി എന്താക്കുക, സത്യം പറയാനും പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കാനും, പ്രവർത്തിക്കുന്നത് മാത്രം പറയാനും, വാഗ്ദാനങ്ങൾ ചെയ്തു കൊടുക്കാനും നമുക്ക് സാധിക്കണം. അതാണ് ലിസാനൻ സ്വാദിഖ എന്ന് കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അതിനുള്ള തൗഫീഖും അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ലഭിക്കേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്, സത്യം പറയുന്നവരെ അള്ളാഹുവിൻ്റെ അടുക്കൽ അസ്സിദ്ദീഖ് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തും. ആലോചിച്ച് നോക്കിയാൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ അസിദ്ദീഖ് എന്ന് പറഞ്ഞുകൊണ്ട് സത്യം പറയുന്നവരെ രേഖപ്പെടുത്തും. കളവ് പറയുന്നവരെ കെദ്ദാബ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തും എന്നുള്ളതാണ്. സത്യസന്ധത നിങ്ങളെ സ്വർഗത്തിലേക്കും കളവ് നിങ്ങളെ നരകത്തിലേക്കും നയിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പം സത്യം പറയാനുള്ള തൗഫീഖും ആരുടെ നിന്ന് കിട്ടണം? അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കിട്ടണം. അതിനോടുള്ള ഇഷ്ടം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കിട്ടണം. കളവ് പറയുന്നതിനോടുള്ള വെറുപ്പ് അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് കിട്ടണം. അതുകൊണ്ടാണ് വലിസാനൻ സ്വാദിഖ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്. 9-മതായിക്കൊണ്ട് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുകയാണ്, വഅസ്അലുക മിൻ ഖൈരി മാ തഅലം. ഈ ചോദ്യത്തിനും വല്ലാത്തൊരു ഭംഗിയുണ്ട്. കാരണം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എന്താണെന്ന് അറിയോ ചോദിക്കുന്നത്? അള്ളാഹു, നിനക്കറിയാവുന്ന എല്ലാ നന്മകളും ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്താണ് ഈ നിനക്കറിയാവുന്ന എല്ലാ നന്മകളും? അള്ളാഹുവിനോടാണല്ലോ നമ്മൾ പറയുന്നത്. ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന് അറിയാത്ത വല്ല നന്മയുണ്ടോ? ഒരുപക്ഷെ അവിടെ അള്ളാഹു എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളെന്നോ അല്ലെങ്കിൽ ഞാൻ അറിയുന്ന എല്ലാ നന്മകളെന്നോ ആണെങ്കിൽ അത് എത്രമാത്രം പരിമിതപ്പെട്ടതായിരിക്കും. പക്ഷെ ലോകങ്ങളുടെ റബ്ബായിട്ടുള്ള എല്ലാം അറിയുന്ന അള്ളാഹുവിനോടാണ്, എല്ലാ നന്മകളെയും കൈവശപ്പെടുത്തിയവനോടാണ് നമ്മൾ ചോദിക്കുന്നത്. വഅസ്അലുക മിൻ ഖൈരി മാ തഅലം. അള്ളാഹുവെ, നിനക്കറിയുന്ന എല്ലാ നന്മകളും നീ എനിക്ക് നൽകണേ. സുബ്ഹാനല്ലാഹ്. അടുത്തതായി കൊണ്ട് ചോദിക്കുന്നത് വഅഊദു ബിക മിൻ ശർരി മാ തഅലം. അള്ളാഹുവെ,
വീണ്ടും അതന്നെയാണ്, നിനക്കറിയുന്ന എല്ലാ തിന്മകളിൽ നിന്നും റബ്ബേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ലൈഫിൽ. കാരണം നമ്മളെ കൺമുന്നിലെത്തിയാൽ ഒരു അപകടത്തെ അറിയുള്ളൂ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഗൈബുകളും അറിയുന്നവരാണ്. ആ അള്ളാഹുവിനോടാണ് നമ്മൾ ചോദിക്കുന്നത്, പഠിച്ചവനെ റബ്ബേ നിനക്കറിയുന്ന എല്ലാ തിന്മകളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അടുത്തതായിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് വഅസ്തഗ്ഫിറുക ലിമാ തഅലം. അവിടെയും എന്താ ചോദിക്കുന്നത്? റബ്ബേ നിനക്കറിയാവുന്ന ഞാൻ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളിൽ നിന്നും ഞാൻ നിന്നോട് പാപമോചനം, പൊറുക്കലിനെ തേടുന്നു. ഞാൻ ചെയ്തു പോയ തെറ്റാണ്, പക്ഷെ നമ്മൾ എന്താ അള്ളാഹുവിനോട് ചോദിക്കുന്നത്? നിനക്കറിയാവുന്നല്ല നീ പുറത്തരണേന്നാണ്. അപ്പോൾ ഞാൻ ചെയ്ത തെറ്റ് എനിക്കറിയാതിരിക്കുമോ? അവിടെ എന്തുകൊണ്ടാണ് നമ്മൾ അള്ളാഹു നിനക്കറിയുന്ന എൻ്റെ എല്ലാ തെറ്റുകളും പുറത്തരണേന്ന് പറയുന്നത്? അവിടെ ഉണ്ട് ഒരു വിഷയം. അതായത് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിൽ നമുക്ക് പ്രശ്നങ്ങൾ സംഭവിക്കും. ഒന്ന്, നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, പക്ഷെ നമ്മൾ കുറേ കാലം കഴിഞ്ഞ് നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മൾ മറക്കും. ചെയ്ത തെറ്റുകൾ മറക്കുന്നവനാണ് മനുഷ്യൻ. രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ എല്ലാ തിന്മകളും നമുക്ക് അറിയില്ല. നമ്മൾ ചെയ്യുന്ന പലതും നമ്മൾ ഇത് തിന്മയാണോ നന്മയാണോ എന്നറിയാത്തൊരവസ്ഥ, അറിവില്ലാത്തൊരവസ്ഥ നമുക്ക് മനുഷ്യന്മാർക്കുണ്ടല്ലേ. പലതും നമ്മൾ ചെയ്ത് പക്ഷെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമുക്ക് തിരിച്ചറിവ് കിട്ടുന്നത് അത് ചെയ്തത് തെറ്റായിരുന്നു എന്നുള്ളത്. പക്ഷെ എല്ലാം അറിയുന്ന റബ്ബിനറിയാം നമ്മൾ ചെയ്തത് എന്തൊക്കെയാണ് ശരി എന്തൊക്കെയാണ് തെറ്റെന്നുള്ളത്. അതുകൊണ്ട് അവിടെ നമ്മൾ ചോദിക്കുകയാണ്, റബ്ബേ ഞാൻ ചെയ്തു പോയ എല്ലാ തെറ്റുകളും റബ്ബേ നീ അറിയുന്നുണ്ട്, അതൊക്കെയും നീ പുറത്തു തരണേ റബ്ബേ, ആമീൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം തെറ്റുകൾ നീ അറിഞ്ഞിട്ടുണ്ടോ അല്ലാഹുവേ, അതൊക്കെ നീ എനിക്ക് പുറത്തു തരണേ. അവസാനമായിക്കൊണ്ട് ഈ ദുആയിൽ അള്ളാഹുവിനോട് നമ്മൾ പറയാണ് വഅൻത അല്ലാമുൽ ഗുയൂബ്. കാരണം എന്താ? ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ ലിമാ തഅലം മാ തഅലം മാ തഅലം എന്നാണ് അള്ളാഹിനോട് പറഞ്ഞിട്ടുള്ളത്. അവസാനം നമ്മൾ അള്ളാഹുവിനോട് പറയാണ്, നീ അദൃശ്യങ്ങൾ മുഴുവനും അറിയുന്നവൻ നീയാണ് റബ്ബേ. വഅൻത അല്ലാമുൽ ഗുയൂബ്. ഞങ്ങൾക്കൊന്നും അറിയില്ല. അതുകൊണ്ട് അള്ളാഹുവെ ഈ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. നമ്മൾ ആദ്യം ചോദിച്ചു അസ്സബാത ഫിൽ അംർ, പിന്നെ ചോദിച്ചു വൽ അസീമത അല റുഷ്ദ്, പിന്നെ ചോദിച്ചു മുജിബാതി റഹ്മതിക് അസായിമ മഗ്ഫിറതിക് അസ്അലുക ശുക്ര നിഅമതിക് ഹുസ്ന ഇബാദതിക് ഖൽബൻ സലീമൻ ലിസാനൻ സാദിഖ മിൻ ഖൈരി മാ തഅലം വഅഊദു ബിക മിൻ ശർരി മാ തഅലം വഅസ്തഗ്ഫിറുക ലിമാ തഅലം. ഇതെല്ലാം അള്ളാഹുവിനോട് ചോദിച്ചിട്ട് നമ്മൾ അവസാനം പറയാണ് വഅൻത അല്ലാമുൽ ഗുയൂബ്. യാ റബ്ബേ നീ എല്ലാം അറിയുന്നവനാണ്, അദൃശ്യങ്ങൾ അറിയുന്നവനാണ്, രഹസ്യങ്ങൾ അറിയുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ് റബ്ബേ. ഞാൻ ഈ ചോദിച്ചതിനൊക്കെ നിനക്ക് എൻ്റെ ജീവിതത്തിൽ നീ എനിക്ക് ഉത്തരങ്ങൾ നൽകി എൻ്റെ ജീവിതത്തിൽ നീ പ്രകാശിപ്പിക്കണം റബ്ബേ. സുബ്ഹാനല്ലാഹ്, ഈ പ്രാർത്ഥനൻ്റെ ഗാംഭീര്യത്താൽ ചില റിവായത്തുകളിൽ വരുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. സുജൂദിലോ അതല്ലെങ്കിൽ സലാം വീട്ടുന്നതിന് മുന്നേ ആയിട്ട് തശഹുദിലോ റസൂലി പ്രാർത്ഥന ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചില റിവായത്തുകളിൽ കാണാം. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ പ്രാർത്ഥന ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഓരോ പ്രാർത്ഥനകൾ പഠിക്കുമ്പോഴും നമ്മൾ മനുഷ്യന്മാരുടെ ദുർബലതയും ബലഹീനതയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഗാംഭീര്യവും അള്ളാഹുവിൻ്റെ മാഹാത്മ്യവും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് പരിപൂർണമായി അനുസരിച്ച് മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. ഒന്നും കൂടി നമുക്ക് ഈ പ്രാർത്ഥന പറഞ്ഞുകൊണ്ട് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സദസ്സ് പിരിയാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംർ. അള്ളാഹുവേ കാര്യങ്ങളിൽ നിന്റെ മതത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണേ റബ്ബേ. വൽ അസീമത അല റുഷ്ദ്, നന്മയിൽ നിലകൊള്ളാനും ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് റബ്ബേ നീ എനിക്ക് നൽകണേ. നന്മ തിരഞ്ഞെടുക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും അതിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. വഅസ്അലുക മുജിബാതി റഹ്മതിക്, റബ്ബേ നിന്റെ റഹ്മത്ത് അനിവാര്യമാക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ.
വല്ലാഹി അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഞങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവ് മുഴുവൻ ഞങ്ങൾക്ക് ലഭിച്ചാലും ഒരു സന്തോഷകരമായ ജീവിതം, ഒരു സൗഖ്യമുള്ള ജീവിതം നമുക്ക് നയിക്കാൻ സാധ്യമല്ല. ആകെ അങ്ങ് ഞങ്ങൾ വലഞ്ഞു പോവും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ മനസ്സിലാക്കി അത് അതിന് അനിവാര്യമായ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം. വഅസാഇമ മഗ്ഫിറതിക്, റബ്ബേ നിന്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ. അത് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നീ നിന്റെ ദീനിൽ ഞങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ജീവിതത്തിൽ പകർത്താൻ, അങ്ങനെ അതിലൂടെ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ അള്ളാഹുവിനെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. വഅസ്അലുക ശുക്ര നിഅമതിക്, റബ്ബേ നിന്റെ നിഅമത്തുകൾക്ക് ശുക്റുള്ളവരായി, കുഫ്ർ ഇല്ലാത്തവരായി, അതായത് ഒരിക്കലും സത്യനിഷേധമോ നന്ദി ഇല്ലായ്മയോ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കല്ല റബ്ബേ. നിന്റെ നിഅമത്തുകൾക്ക് ശുക്റുള്ളവരാക്കി നീ ഞങ്ങളെ ജീവിതത്തിലുടനീളം നിലനിർത്തണേ റബ്ബേ. വഹുസ്ന ഇബാദത്തിക്, അള്ളാഹുവെ ഇഹ്സാനുള്ളവനായിക്കൊണ്ട് ഇബാദത്തുകൾ ചെയ്യാൻ തൗഫീഖ് നൽകണേ. നിന്നെ മുന്നിൽ കണ്ടുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റണേ റബ്ബേ. വഅസ്അലുക ഖൽബൻ സലീമ, സുബ്ഹാനല്ലാഹ്, സലീമായിട്ടുള്ള ഹൃദയം. അള്ളാഹുവെ സമ്പാദ്യമോ സന്താനമോ ഉപകാരപ്പെടാത്തൊരു ദിവസം വരും, അന്ന് കൽബുൻ സലീമായിട്ടുള്ളവരെയാണ് അള്ളാഹു നീ സ്വീകരിക്കുക റബ്ബേ. ആ ഹൃദയം ഈ ദുനിയാവിൽ നിന്ന്, കൽബുൻ സലീമായിട്ടുള്ള ഹൃദയം ഈ ദുനിയാവിൽ നിന്ന് ഞങ്ങൾക്ക് നൽകണേ. നാളെ പരലോകത്തും നീ സലീമായിട്ടുള്ള ഹൃദയമുള്ളവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി സ്വീകരിക്കണം അള്ളാഹുവെ. ഞങ്ങളെ ഹൃദയത്തിൽ ഈമാനിൻ്റെ ധൈര്യം നീ നൽകണേ റബ്ബേ. ആമീൻ. നമുക്കറിയാം ഈ ദുനിയാവിൽ പല പ്രയാസങ്ങളും വന്ന് നമ്മൾ ആകെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കൽബുൻ സലീമായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു ഇളക്കവും സംഭവിക്കില്ല. വലിസാനൻ സാദിഖ, അള്ളാഹുവെ സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അള്ളാഹുവെ. വളരെ ലാഘവത്തോടെ കാണുന്ന ഒരു പ്രശ്നമാണ് കളവ്. ഇപ്പം നമുക്കത് നോർമലായി പോയിട്ടുണ്ട്. വലിയ അപകടമാണ് അത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. സത്യം പറയാനും പറഞ്ഞത് പ്രവർത്തിക്കാനും വാഗ്ദാനങ്ങൾ ലംഘിക്കാതെ അതിനെ പ്രാവർത്തികമാക്കാൻ അള്ളാഹു എനിക്ക് തൗഫീഖ് നൽകണേ. നിന്റെ തൗഫീഖ് വേണം റബ്ബേ. വഅസ്അലുക മിൻ ഖൈരി മാ തഅലം, അല്ലാഹുവേ നീ അറിയുന്ന എല്ലാ നന്മകളും ഞാൻ നിന്നോട് ചോദിക്കുന്നു. എനിക്കറിവില്ല റബ്ബേ, എൻ്റെ അറിവ് വളരെ പരിമിതമാണ്, ഒന്നും അറിയില്ല അല്ലാ. പക്ഷെ നിനക്കെല്ലാം അറിയാം അല്ലാഹുവേ. ഞാൻ നിന്നോട് ആ നന്മകളൊക്കെയും ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ശർരി മാ തഅലം, റബ്ബേ എനിക്കൊന്നും അറിയില്ല അല്ലാ. എൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരു അപകടമോ പ്രയാസങ്ങളോ ഒരു പ്രശ്നവും എനിക്കറിയില്ല റബ്ബേ. പക്ഷെ നിനക്കെല്ലാം അറിയാം. യാ അള്ളാഹ്, എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ ഷെറുകളെയും നീ തട്ടി മാറ്റണേ. അതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വഅസ്തഗ്ഫിറുക ലിമാ തഅലം, റബ്ബേ മനുഷ്യരാണ്, പാപികളാണ് അല്ലാഹ്, പാപികളാണ്. ഒരുപാട് തെറ്റുകൾ രഹസ്യത്തിലും പരസ്യത്തിലും ഇരുട്ടിലും വെളിച്ചത്തിലും ചെയ്തു പോയിട്ടുണ്ട് റബ്ബെ. പലതും ഞാൻ മറന്നിട്ടുണ്ട്, ചെയ്ത തെറ്റുകൾ ഞാൻ മറന്നിട്ടുണ്ട്. പലതും ചെയ്തത് തെറ്റാണെന്ന് പോലും അറിയാത്ത ജാഹിലിയത്ത് എന്നിലുണ്ട് റബ്ബെ. പക്ഷെ അള്ളാഹു നീ പുറത്തു തരണേ. നീ അറിയുന്ന എൻ്റെ എല്ലാ തെറ്റുകളും നീ പുറത്തു തരണേ. ഇന്നക, തീർച്ചയായിട്ടും റബ്ബേ നീ അൻത അല്ലാമുൽ ഗുയൂബ്, എല്ലാ ഗൈബുകളും അറിയുന്നവനാണ് യാ അല്ലാഹ്. എല്ലാ ഗൈബുകളും അറിയുന്നവനാണ് യാ റബ്ബേ. നീ എൻ്റെ ഈ ദുആ സ്വീകരിച്ച് ഇതിൻ്റെ നൂറ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കണം. നമ്മളൊന്ന് ആലോചിച്ചോക്കാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇത് പഠിപ്പിച്ചു കൊടുത്തത്. കെൻസുകൾ ജനങ്ങൾ വാരിക്കൂട്ടുമ്പോൾ അതിനേക്കാൾ വലിയൊരു കെൻസാണ് നിനക്ക് ഈ ദുആ, നീ ഇത് പ്രാവർത്തികമാക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദുആ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും അള്ളാഹു തരാൻ തയ്യാറാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ഈ ദുആ പഠിക്കുന്ന സദസ്സ് ഇൻഷാ അള്ളാഹ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ പറ്റിപ്പോയിട്ടുണ്ട് അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ഇതിലുള്ള എല്ലാ നന്മകളും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറൻ. أقول قولي هذا وأستغفر الله لي ولكم ولسائر المسلمين فاستغفروه إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.
അർഷിത മൗലമ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തോളൂ. ഓക്കെ ഇൻഷാ